പ്രിയൻ, ഈ ദേശീയപാത വികസനം നടക്കുകയാണല്ലോ. സ്വാഭാവികമായും ഇത് കേന്ദ്രത്തിൻ്റെ ആണ് എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് ഈ മുഹമ്മദ് റിയാസ് ഇതെല്ലാം തൻ്റെ സ്വന്തമാണ് എന്ന രീതിയിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. ദേശീയപാത തകർന്നു, അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമെന്ന് അറിയില്ല. അതെ അതെ, ദേശീയപാത തകർന്നു കഴിയുമ്പോൾ പറയും ഇത് ദേശീയ അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ്, അല്ലെങ്കിൽ അവരുടെ പിഴവാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു നയത്തെ എങ്ങനെ ചൂണ്ടിക്കാണും? അതായത് സംസ്ഥാനത്ത് റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് റോഡ് വികസനം പ്രവർത്തനങ്ങൾ പലതും നടക്കുന്നുണ്ട്. പക്ഷേ ഇത് പലതും ദേശീയ തലത്തിലുള്ള ആകെ വികസനത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അതായത് ഇന്ത്യ വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് മാറുകയാണ്. അത് നമ്മുടെ റെയിൽവേ നവീകരിക്കുന്നു, റെയിൽവേ പാതകൾ നവീകരിക്കുന്നു, വേഗത്തിൽ പോകുന്ന റെയിൽവേ ട്രാക്കുകളെല്ലാം തന്നെ കമ്പിവേലി കെട്ടി സംരക്ഷിക്കുന്നു, അതിന് വേണ്ടിയിട്ട് വലിയ തുക ചെലവഴിക്കുന്നു. കേരളത്തിലും ഒരു വലിയ രീതിയിലുള്ള അത്തരത്തിലുള്ള സംരക്ഷണ ഭിത്തി ഈ പറയുന്ന കമ്പിവേലി കെട്ടിക്കൊണ്ട് റെയിൽവേ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് മാറുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ, റോഡുകളുണ്ടെങ്കിൽ, ഗതാഗത സംവിധാനങ്ങളുണ്ടെങ്കിൽ, വലിയ ബിൽഡിങ്ങുകളുണ്ടെങ്കിൽ, പാലങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇതുവഴി ചരക്ക് നീക്കം സാധ്യമാവുകയുള്ളൂ, മൂവ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ, ആൾക്കാർ വരുള്ളൂ. ഒരു വലിയ റോഡില്ലാത്ത ഒരിടത്ത് ഒരു വലിയ ഫാക്ടറി കൊണ്ട് സ്ഥാപിക്കാൻ പറ്റില്ല. അവർക്ക് 20 വീലുള്ള മറ്റേ കണ്ടെയ്നർ ലോറി കൊണ്ടുവരണം, അവിടെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇറക്കണം, അസംസ്കൃത പദാർത്ഥങ്ങൾ കൊണ്ടുവരണം, ഉൽപ്പാദനം നടക്കണം. ആ ഉൽപ്പാദിപ്പിച്ച പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് വെളിയിലേക്ക് അയക്കണം, ഷിപ്മെൻറ്റ് നടത്താനായിട്ട് ഈ പറയുന്ന ലോഡ് ചരക്ക് നീക്കം നടക്കണം. അപ്പോൾ ഇതിനൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് വികസനം സാധ്യമാവുക. ചൈന കഴിഞ്ഞ ഏതാണ്ട് 20-25 വർഷമായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. 25 അല്ലെ 30 വർഷത്തിലേറെയായി. പക്ഷേ അവർക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിലധികമായിട്ട് അവർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. പക്ഷെ അതെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവരുടെ ജനസംഖ്യ ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വൃദ്ധരാണ് അവരുടെ ജനസംഖ്യയിൽ ഇപ്പോൾ അധികവും ഉള്ളത്. കാരണം അവർ ഒറ്റ കുട്ടി മതി എന്നൊക്കെ ഉള്ള ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് നിയമമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ വന്നതിന് ശേഷം ഈ പറയുന്ന വലിയ രീതിയിലുള്ള തിരിച്ചടി അവർക്കുണ്ടായി. ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങൾ, ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നു. അവിടെയെല്ലാം ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വയറിങ് ചെയ്തേക്കല്ലേ. അപ്പോൾ ഇവരിപ്പോൾ പൊളിച്ചു കളയാനുള്ള സംവിധാനത്തിലേക്ക് കിടക്കുകയാണ് ചൈന. അപ്പോൾ ചൈന അധികമായി ചെയ്തു. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ക് കൂട്ടി കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് വികസനം നടത്തുന്നത്. അപ്പോൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വലിയ രീതിയിലുള്ള റോഡുകൾ നിർമ്മിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലുമൊക്കെ. അത് ഗ്രാമീണ റോഡ് തന്നെ. ഇപ്പോൾ പ്രധാനമന്ത്രി ഗ്രാമീൺ റോഡ് യോജന BJP സർക്കാരിൻ്റെ ആദ്യ BJP സർക്കാർ, അതായത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ സടക്ക് യോജന എന്ന് പറഞ്ഞാൽ TV-യിലൊക്കെ പരസ്യം കാണുമായിരുന്നു. അന്ന് തുടങ്ങിയത് മുതൽ ഇന്ന് ഒന്നാം മോദി സർക്കാരിൻ്റെ കാലം മുതൽ അവർ കൃത്യമായിട്ട് ഈ പറയുന്ന റോഡ് ഗതാഗതത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള മുന്നേറ്റങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന ദേശീയപാതകൾ വരുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന 8 വരി ദേശീയപാതയൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സൈഡിൽ തന്നെ ഏതാണ്ട് 4 വരിയാണല്ലേ. അപ്പൊ അത്രയും വലിയ 6 വരി പാതയാണല്ലേ. അപ്പൊ അത്രയും വലിയ പാതകൾ നിർമ്മിക്കുന്നു. 6 വരി പാത, അതെ, 6 വരി പാതയാണ് നിർമ്മിക്കുന്നത്. അപ്പൊ ഒരു സൈഡിൽ 3 വരിയായിട്ട് പോകാൻ പറ്റും. അപ്പൊ അത്രയും വളരെ വേഗത്തിൽ 90-100 കിലോമീറ്റർ വേഗത്തിലൊക്കെ പോകാൻ കഴിയും. പണിയും വളരെ വേഗതയിലാണ് നടക്കുന്നത്. അതെ. അപ്പൊ അങ്ങനെയുള്ള ക്രോസിങ്ങുകളില്ല, ഈ പറയുന്ന സിഗ്നലുകളില്ല. വളരെ വേഗതയിൽ പോകാൻ കഴിയും. അതെ. അങ്ങനെയുള്ള ഒരു രീതിയിൽ പോകുമ്പോഴാണ് കുരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത്, മലപ്പുറത്ത്, ഈ പറയുന്ന ദേശീയപാത ഇടിഞ്ഞു താഴുന്നത്. അവിടെ മണ്ണിട്ട്, അതായത് വയൽ പ്രദേശമാണ്, അവിടെ മണ്ണിട്ട് പൊക്കി ഈ പറയുന്ന അടുക്ക്, ഈ പറയുന്ന കോൺക്രീറ്റ് പീസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അടുക്കി കെട്ടിയാണ് അവർ ഇത് ചെയ്തത്. ആ പ്രദേശത്ത് മണ്ണങ്ങ് ഇടിഞ്ഞു താന്നു. അങ്ങനെയുള്ള വലിയ പിഴവാണ് അവിടെ പറ്റിയത്. ആ പിഴവൊക്കെ ആര് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ സംശയം. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഈ ശൈലിയിലല്ല നിർമ്മാണം നടത്തേണ്ടിയിരുന്നത് എന്ന് ഈ ശ്രീധരൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഈ ശ്രീധരൻ പറയുന്ന കാര്യം ഇതാണ്: ഇങ്ങനെയുള്ള സ്ഥലത്ത് നിർമ്മാണം നടത്തുമ്പോൾ മണ്ണ് പരിശോധന നടത്തണം. അവിടെ മണ്ണ് പരിശോധന നടത്തിയിട്ടില്ല. ഇതെങ്ങനെയാണ് മണ്ണിൻ്റെ ഉറപ്പെന്ന് പരിശോധന നടത്തിയിട്ടില്ല. എത്രത്തോളം ജലാംശമുണ്ടെന്ന് പരിശോധിച്ചിട്ടില്ല. അതിൻ്റെ അടിയിൽ വരുന്ന ക്ലേ, മണൽ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇവർ ഈ കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്തെടുത്ത് പരിശോധിക്കും. സാധാരണഗതിയിൽ അങ്ങനെയുള്ള ഒരു പരിശോധന നടത്തും. ഇവിടെ ആ പരിശോധന നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണെന്ന് ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ പിഴവ് ഈ നിർമ്മാണത്തിൽ
നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ മുകളിൽ ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഉറപ്പില്ലാത്ത മണ്ണിന് മുകളിൽ വയൽ പോലുള്ള പ്രദേശങ്ങളിൽ, വയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടി ഫീൽഡ്, അതായത് ഈ പറയുന്ന വാട്ടർ ലെവൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒരു വയൽ കാണുകയാണെങ്കിൽ അവിടെ ഏറ്റവും മുകളിലായുള്ളത് വെള്ളമാണ്. അതായത് ഭൂമിയുടെ വരദാനം എന്നാണ് അതിനെ പറയുന്നത്. ഏറ്റവും മുകളിൽ വാട്ടർ ലെവൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ്. വേനൽക്കാലത്ത് പോലും അങ്ങനെയുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ വരദാനമാണ്. അവിടെയുള്ള നിർമ്മാണം നടത്തുമ്പോൾ അവിടെ പൈലിംഗ് ചെയ്ത് വലിയ പില്ലറുകൾ സ്ഥാപിക്കുന്നത്. അതിന് വയഡക്റ്റ് എന്നാണ് ഇതിന് പറയുന്നത്. വയഡക്റ്റ് ആയിട്ടുള്ള വയഡക്റ്റുകൾ സ്ഥാപിക്കണമെന്നാണ്. വയഡക്റ്റ് നിർമ്മാണ പദ്ധതിയാണ് അവിടെ വേണ്ടതെന്നാണ് ഈ ശ്രീധരൻ പറഞ്ഞത്. അതായത് നമ്മൾ ഈ പറയുന്ന വെള്ളം കാണും, ചെളി കാണും, അതിൻ്റെ അടിയിൽ ക്ലേ കാണും, എവിടെയാണ് മണലുണ്ടാകുന്നതെന്ന് അറിയാൻ കഴിയില്ല, അതിൻ്റെ അടിയിൽ ഉറപ്പുള്ള കല്ലുണ്ടാവുമെന്ന് അറിയില്ല, ആ കല്ലിനടിയിൽ ഏത് തരത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കല്ല് വരെയൊക്കെ എത്തി അവിടെ തുളച്ച് ഈ പറയുന്ന രീതിയിൽ കനപ്പെട്ട പില്ലറുകൾ സ്ഥാപിച്ച് അതിന് മുകളിലൂടെ റോഡ് കടന്നു പോകുന്ന സംവിധാനമാണ് ഒരുക്കേണ്ടിയിരുന്നത്. അതിന് പകരം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വലിയ ഭാരം അതിൻ്റെ മുകളിൽ കയറ്റുമ്പോൾ ഇത് താന്നു. ഇനിയും അവിടെ മണ്ണിട്ടാൽ താഴുമെന്നാണ് ഈ ശ്രീധരൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന മണ്ണിൻ്റെ ഘടന മനസ്സിലാക്കി വേണം നിർമ്മാണം നടത്താൻ. ഈ ഭാഗത്തിന് അറ്റകുറ്റപ്പണി നടത്തിയാലും വീണ്ടും മണ്ണ് താഴ്ന്ന് അപകടം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണണം. ഉറച്ച മണ്ണില്ലാത്ത ഇത്തരം കൃഷിഭൂമികളിൽ ഒരിക്കലും വലിയ തോതിൽ മണ്ണിട്ട് ഉയർത്തി റോഡ് നിർമ്മാണം പാടില്ല. ഇത്തരം പ്രദേശങ്ങളിൽ തൂണുകളിൽ റോഡ് നിർമ്മിക്കുകയാണ് പരിഹാരമെന്ന് അതിനെ പറയുന്നു. അദ്ദേഹം പറയുന്ന ഈ തൂണുകളിൽ റോഡ് നിർമ്മിക്കുന്നതിന് വയഡക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം ഈ പറയുന്ന സംവിധാനം ഒരുക്കണമെന്നുള്ളതാണ് ഈ ശ്രീധരൻ പറഞ്ഞു. നമ്മുടെ മെട്രോയിലെ ഈ പറയുന്ന കെ റെയിലിൻ്റെ കാര്യത്തിലൊക്കെ പറഞ്ഞു, കേരളത്തിന് വേണ്ടത് സെമി ഹൈസ്പീഡ് അല്ല, ഹൈസ്പീഡ് ട്രെയിനാണ് വേണ്ടത്. ഹൈസ്പീഡ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിർമ്മിക്കണം, അതിന് കൃത്യമായ പദ്ധതി തയ്യാറാക്കണം, സെമി ഹൈസ്പീഡ് കൊണ്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കേരളം ചെലവ് ചുരുക്കാൻ വേണ്ടിയിട്ടും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ സെമി ഹൈസ്പീഡ് ട്രെയിൻ പദ്ധതി വേണം. അതിൻ്റെ നിർമ്മാണത്തിനുള്ള കൃത്യമായ രീതി എങ്ങനെയാവണമെന്നൊക്കെ ഈ ശ്രീധരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സർക്കാരൊന്നും അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ സെമി ഹൈസ്പീഡ് ഉപയോഗിച്ച് ഹൈസ്പീഡിലേക്ക് തന്നെ കേരളത്തിൻ്റെ മാതൃക മാറും ഉറപ്പായിട്ടും. അവർ അങ്ങനെ ഒരു നിർമ്മാണം തന്നെയാണ് വേണ്ടതെന്നൊക്കെ പറയും. ഇനി മറ്റൊരു കാര്യം ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീധരൻ ഇപ്പോൾ നടത്തിയ ഈ ഉപദേശത്തെ സർക്കാർ ചെവിക്കൊള്ളാൻ പോലും തയ്യാറാവില്ല. ഇത് ഏതെങ്കിലുമൊക്കെ എഞ്ചിനീയർമാർ ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റാക്കി മാറ്റി ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ വീണ്ടും പരിഗണിച്ചേക്കും. അല്ലാത്ത പക്ഷം ഈ പറയുന്ന സർക്കാർ, പ്രത്യേകിച്ച് LDF സർക്കാർ, അദ്ദേഹം BJP-യിൽ പോയതുകൊണ്ട് BJP-യിലെ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിച്ചതുകൊണ്ടും അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഇത്തരത്തിലാണ് ഇവിടെ കാര്യങ്ങളുടെ പോക്ക്. ഈ ദേശീയപാതകളുടെയാണ് ഏറ്റവും വലിയ നമ്മളാണ് നിർമ്മാണം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ ഫ്ലെക്സ് അടിച്ചു വയ്ക്കുന്നത്. റിയാസ് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അതാണ് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഈ പിണറായി വിജയനും ഈ മരുമകൻ റിയാസും കാട്ടിക്കൂട്ടുന്ന ഈ അല്പത്തരങ്ങൾ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടൊക്കെ ഇവർ കാട്ടിക്കൂട്ടിയതെല്ലാം എല്ലാവരും കണ്ടു. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരും അവരുമൊക്കെ അതിനുവേണ്ടി നടത്തിയ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് വെറും കല്ല് മാത്രം ഇട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുത്ത ടീമുകളാണ് ഇവർ. അപ്പം അതുപോലെ തന്നെ ഈ വേദിയിലിരിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അല്പത്തരം കാണിക്കുക, അതോടൊപ്പം ഇത്തരത്തിൽ കേന്ദ്ര പദ്ധതികൾ അടിച്ചു മാറ്റി സ്വന്തം പേര് പടം അടിച്ച് സ്ട്രീറ്റിലൊക്കെ വയ്ക്കുക. ഇപ്പോൾ വാർഷികമായിട്ട് നടക്കുക, 46-48 കോടി ചിലവാക്കി സർക്കാരിൻ്റെ 4ാം വാർഷികം, ജനങ്ങളുടെ മണ്ടയ്ക്ക് അടിച്ചതിൻ്റെ 4ാം വാർഷികമാണെന്ന് ആണ് കേരളീയ പൊതുസമൂഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇനിയും ഈ കോൺഗ്രസിൻ്റെ തമ്മിലടിയും ഇവന്മാർ തമ്മിലുള്ള അടിയും വഴക്കും, മുഖ്യമന്ത്രിക്കുള്ള അടിയും ശശി തരൂരിനെ അവിടെ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 3.0 എത്തുമായിരിക്കും. ഒരു പെൻഷനും കൂട്ടി അല്ലെങ്കിൽ കുറച്ച് കിറ്റും ഒക്കെ കൊടുത്ത് ഒരു പ്രാവശ്യം കൂടെ വരും. അതോടുകൂടി ഇത് ഇവിടെ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ഈ പറയുന്ന ദേശീയപാതയുടെ കാര്യത്തിൽ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അല്പത്തരത്തിന് എന്ത് അവാർഡ് നൽകണമെന്നുള്ളത് കേന്ദ്ര തീരുമാനിക്കും. ഈ പറയുന്ന പിതൃത്വം ഏറ്റെടുക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാനുള്ള ശേഷി വേണം. അതില്ലെങ്കിൽ ആ പണിക്ക് പോകരുത് എന്നേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.